ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രുചികരമായ ഒരു പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇത് 1.5 കപ്പ് വെള്ളം ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്ക ഞാൻ പിന്നെ എടുത്ത് മാറ്റും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ശർക്കരയാണ്, പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇത്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഇളം ചൂടുണ്ട്, ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിട്ട ഏലക്കായ് മാറ്റിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസാക്കി എടുക്കാം. ബോൾസ് പോലെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെന്നേ ഉള്ളൂ. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ബോൾസൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ഏത് ഷേപ്പിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പം എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളി ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ശർക്കര മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം സാവധാനത്തിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബോൾസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒഴിച്ചു കൊടുത്ത അരിപ്പൊടി ഒന്ന് വേവണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, അരിപ്പൊടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന പാൽ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.